സ്കൂളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ജൂൺ 8-ാം തീയതിയാണ് അവിടെ ക്ലാസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വേഗം മെസ്സേജ് വന്നു നാളെയാണ് ക്ലാസ് ഉള്ളതെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഇവന്യ ബേബിയുടെ കുറച്ച് ഐറ്റംസ് ആണ്. അപ്പൊ ഇവന്യ ബേബി പ്രീ KG-യിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത് അല്ലേ? ഹാപ്പിയാണോ? അപ്പോൾ ഇവന്യക്ക് വാങ്ങിച്ചിട്ടുള്ള ബാഗും സ്കൂളിലേക്ക് വാങ്ങിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇന്ന് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജൂൺ 8-നാണ് ക്ലാസ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നാളെയാണ് ക്ലാസ് ഉണ്ടാവുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഇന്ന് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാഗും അങ്ങനെ കുറേ ചെറിയ ചെറിയ ഐറ്റംസ് തന്നെയാണ് കേട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നേരെ എങ്ങോട്ട് പോവാം? വീഡിയോയിലോട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പം എൻ്റെ ഇവന്യ ബേബിയുടെ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നതാണ് അവൾക്ക് ഈ ഒരു സ്പൈഡർമാൻ്റെ ബാഗ്. ആദ്യം കാണിച്ചു കൊടുത്ത ബാഗ് തന്നെ അവൾ കൈ പിടിച്ചു നിന്നു. അവൾക്ക് സ്പൈഡർമാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബാഗ് വാങ്ങിക്കാൻ പോയപ്പം അവിടെയുള്ള കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗേൾസ് വാങ്ങിക്കുന്ന ബാഗ് ഇങ്ങനത്തെ അല്ല എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു എന്ത് സ്പൈഡർമാനാണ് ഇഷ്ടം, അതുകൊണ്ട് സ്പൈഡർമാൻ മതി എന്ന് പറഞ്ഞു അല്ലേ? ബാഗ് കൊടുക്ക്, ഇവന്യയുടെ കയ്യിൽ കൊടുക്കൂ. ഇഷ്ടപ്പെട്ടോ ബാഗ്? അപ്പൊ ഇവന്യക്ക് സ്പൈഡർമാനാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് സ്പൈഡർമാന്റെ ബാഗാണ് വാങ്ങിച്ചത്. ഫസ്റ്റ് എടുത്ത് കൊടുത്ത ബാഗ് തന്നെ ആളങ്ങ് എടുത്തിട്ട് പോന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിന്റെ ഉള്ളില് കാണിച്ചു തരാൻ പോകുന്നത് അവൾക്ക് ഞാൻ ഉള്ളില് സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പേരും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനത്തിലും നമ്മൾ ഈ ഒരു നെയിം എന്തായാലും എഴുതിയിരിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും നെയിമൊക്കെ എഴുതിയിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഇവന്യ പിന്നെ പ്രീ KG എന്നൊക്കെ എഴുതണം. ബാഗ് മടിയിൽ വെച്ചോ, ഇവന്യ ബേബിയുടെ മടിയിൽ വെച്ചോളൂ. അപ്പൊ ഇവന്യ ബേബി പിടിച്ചോട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു 2 കവർ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ആ 2 കവറിൽ എന്തൊക്കെ വെക്കണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ആയിട്ട് ഞാൻ കവർ എടുത്തു. ആ കവറിന്റെ ഉള്ളിൽ അപ്പോൾ നമ്മളെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ടൈമിൽ ഒരു കോള് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ആദ്യം കാണിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതുപോലെ ഒരു കവറിൽ നമ്മളൊരു ചെരുപ്പ് ഇതുപോലെ കൊണ്ടുപോകണം. അപ്പോൾ ഇവന് അവിടുന്ന് ഷൂ ഇട്ടിട്ട് പോവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷൂവും ഷോർട്സ് ഒക്കെ മാറ്റിയിട്ട് ഈ ഒരു ചെരുപ്പ് ഇടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെരുപ്പ്. അത് നമ്മൾ ഇതുപോലെ ഒരു കവറിലാക്കിയിട്ട് ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ പോകുമ്പോൾ നമ്മൾ ബാഗിൽ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ടീച്ചേഴ്സ് അത് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചോളൂ കേട്ടോ. വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഷൂവും സോക്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോവുക. അല്ലേ ഇവന്യ? എന്താ ഇവന്യ മിണ്ടാതിരിക്കുന്നേ? അപ്പൊ ദാ ഷൂ നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോവേ. അടുത്തത് ഒരു ജോഡി ഡ്രസ്സ് നമ്മൾ ഇതുപോലെ ഒരു കവറിലാക്കിയിട്ട് അതും കൂടെ ബാഗിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവന്യയുടെ യൂണിഫോം ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. യൂണിഫോം 10th-നാണ് കിട്ടൂ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട്. അപ്പോൾ അപ്പോഴാണ് അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. പിന്നെ നമ്മൾ യൂണിഫോമൊക്കെ കിട്ടിയിട്ട് സ്കൂളിൽ പോകുന്ന ദിവസം നമ്മൾ അത് കാണിക്കും അല്ലേ? ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളത് കാണിക്കുക. അപ്പം നമുക്ക് ബാഗിൽ ഇത്രയൊക്കെ തന്നെയാണ് വെക്കാനായിട്ടുള്ളത്. പിന്നെ ആ ഒരു ബോക്സും കൂടെ അതിൽ വെക്കാം. ബോക്സ് ഇവന്യയുടെ ഇഷ്ടത്തിന് ഇവന്യ നമ്മൾ പർച്ചേസിങ്ങിന് പോയ ടൈമിൽ ഇവന്യ സ്വന്തമായിട്ട് അങ്ങ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഈ ഒരു ബോക്സ് കണ്ടിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു ബോക്സും കൂടെ നമ്മൾ ഈ ഒരു ബാഗിൽ വെക്കുന്നുണ്ട് കേട്ടോ. എവിടെ ബോക്സ് കാണിക്കൂ? ഓക്കെ, ഇഷ്ടമായോ? അപ്പം അതിലിപ്പോൾ കാര്യമായിട്ടൊന്നും വെക്കുന്നൊന്നുമില്ല കേട്ടോ. നെയിമൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതെന്താ ഇവന്യ? കർച്ചീഫ്. ഇത് ഇവന്യയുടെ കർച്ചീഫാണ് കേട്ടോ. അപ്പം അതും കൂടെ നമുക്ക് ബാഗിൽ വെച്ച് കൊടുക്കാം. അപ്പൊ ചേച്ചി ഇതേ ലാസ്റ്റ് സിബിൾ വെക്കാട്ടോ ഇവന്യ ബേബി. ഓക്കെ, അപ്പൊ ഞാൻ ലാസ്റ്റ് സിബിളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ലഞ്ച് ബോക്സ് കവർ ചെയ്യാനുള്ള കർച്ചീഫാണ് കേട്ടോ. അത് വെച്ചോളൂ. ഇനി അടുത്തത് കാണിക്ക്. സ്റ്റീലിന്റെ ബോട്ടിൽ നമ്മൾ നോക്കിയിട്ടോ എല്ലാത്തിനും നല്ല വെയിറ്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു
പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ഇത് ഒത്തിരി ഇഷ്ടമായ കാരണം പിന്നെ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. സ്റ്റീലിൻ്റെ നമുക്ക് നല്ല വെയിറ്റും ആണ്, നല്ല വലുതുമായിരുന്നു അല്ലേ? ആ ഇവന്യയുടെ കയ്യിൽ കൊടുത്തോളൂ വാട്ടർ ബോട്ടിൽ. ഇവന്യ ബേബിക്ക് ഇഷ്ടമായോ? ഓക്കെ, അത് അടയ്ക്കാനെല്ലാം ആള് സ്വയം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഇവൾക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ലഞ്ച് ബാഗ് ആണ്. ലഞ്ച് ബാഗ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. തിരിച്ചു പിടിക്കൂ ലഞ്ച് ബാഗ്. അപ്പോൾ ഇതാണ് ലഞ്ച് ബാഗ് ഇവന്യയുടെ കേട്ടോ. പിന്നെ ഞാൻ ഇതിന്റെ ഉള്ളില് ഇവളുടെ സ്നാക്സ് ബോക്സ്, ലഞ്ച് ബോക്സ്. അപ്പോൾ ഇതാണ് ലഞ്ച് ബോക്സ്. ഒത്തിരി വലുതല്ല, ഒത്തിരി ചെറുതുമല്ല, അങ്ങനത്തെ ഒരു മീഡിയം സൈസിലുള്ള ബോക്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 3 ബോക്സ് വേണം കേട്ടോ. അപ്പോൾ ഇത് ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. പിന്നെ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ പോകുന്നത് സ്നാക്സ് ബോക്സ്. അങ്ങനെ 3 ബോക്സുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ശിവന്യയുടെ അതെ ഇവന്യയുടെ അതെ നമ്മളെല്ലാം തന്നെ സ്റ്റീലിൻ്റെ സാധനങ്ങൾ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇവന്യ ബേബി കറികളും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളാണ് കേട്ടോ. ശിവന്യയുടെ പോലെയല്ല, അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ കുട്ടിപ്പാത്രം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇവന്യയുടെ ഒരു അമ്പർല കൂടി ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ തവണ വെറുതെ ശിവന്യക്ക് വാങ്ങിച്ച ടൈമിൽ ഇവന്യ ബേബിക്ക് വെറുതെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതിനൊരു കേടുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തവണ പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ അത് നമ്മൾ കാണിച്ചു തരേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അമ്പർല കൂടി ഒന്ന് കാണിച്ചു തരേ. അപ്പൊ ഇതാണ് കേട്ടോ ഇവന്യയുടെ കൊട. മഴ ഉള്ള ദിവസമൊക്കെ കൊണ്ടുപോവാ അല്ലേ? വീഡിയോ താനെ വിടുന്നതായിരിക്കും. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളെന്താ ഞാൻ ഈ വീഡിയോ ഇടുമ്പോ ആരും ഒരു കമന്റ് ഇടാത്തെ? ഇനി ഞാൻ വീഡിയോ ഇടുമ്പോഴും ഈ വീഡിയോക്കും താഴെ ഒത്തിരി കമന്റ്സ് വരുന്നതാണ്. അതിനുള്ള വീഡിയോസും കൂടി ഞാൻ ഇട്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ. ഇവന്യ ബൈ പറയൂ. ബൈ ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യ്. ഓക്കെ ബൈ. ഓക്കെ ബൈ.